നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. താമസ മേഖലകളിലും മറ്റും കെട്ടിനിൽക്കുന്ന വലിയ അളവിലുള്ള മാലിന്യങ്ങൾ സൗജന്യമായി നീക്കം ചെയ്യുന്ന സേവനം സജീവമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി. താമസക്കാരെ സഹായിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എമിറേറ്റ്സിൽ ഒന്നടങ്കം ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് സേവനം ഏർപ്പെടുത്തിയത്. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ വലിയ അളവിലുള്ള ഗാർഹിക മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ദുബായ് മുനിസിപ്പാലിറ്റി സേവനം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈജിപ്തുമായി സഹകരിച്ച് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഗസയിൽ 82 ടൺ സഹായ വസ്തുക്കൾ UAE എത്തിച്ചു. വിമാനമാർഗം എയർ ഡ്രോപ്പ് ചെയ്താണ് സഹായം എത്തിച്ചത്. ഭക്ഷണമടക്കമുള്ള വസ്തുക്കൾ ഗസയിലെ ഉൾപ്രദേശങ്ങളിലാണ് പ്രധാനമായും പാരച്യൂട്ട് വഴി ഇറക്കിയത്. ഈജിപ്തിൻ്റെയും UAEയുടെയും വ്യോമസേന വിമാനങ്ങളാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. 35ാമത് എയർ ഡ്രോപ്പ് മിഷനാണ് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചത് എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൗദിയിലെ മിക്ക പ്രദേശങ്ങളിലും ഭാവിയിൽ കനത്ത മഴയുടെ തോത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു. രാജ്യത്തിൻ്റെ ചെങ്കടലിൻ്റെ പടിഞ്ഞാറൻ തീരത്തും കിഴക്കൻ മേഖലകളിലും അറേബ്യൻ ഗൾഫ് തീരങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഭാവിയിൽ കനത്ത മഴയുടെ അളവ് വർദ്ധിക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ ഗവേഷണ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നതായി അതോറിറ്റി പറയുന്നത്. ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ ആകുലതകൾ പങ്കുവച്ച് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ടോക്ക് ഷോ ശ്രദ്ധേയമായി. വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിൽ ജിദ്ദ സീസൺ റെസ്റ്റോറൻറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാ, സാഹിത്യ, മത സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. പൊതു സദാചാരം ലംഘിക്കുന്ന ചിത്രങ്ങൾ അടങ്ങിയ കുട്ടികൾക്കുള്ള 3000-ലധികം മധുരപലഹാരങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് ദാഖിലിയിൽ നിന്ന് പിടികൂടി. മാർക്കറ്റ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ വിഭാഗം നിസ്വയിലെ വാണിജ്യ സ്ഥാപനത്തിനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ലോക പുസ്തക ദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനവുമായി ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള മൂവാസലാത്തുമായി സഹകരിച്ച് മൊബൈൽ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു. അൽ അമാദ് ബോയ്സ് മോഡൽ സ്കൂളിൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വളർത്താനും പുതുമയുള്ള വായനാന്തരീക്ഷം നൽകാനും ലക്ഷ്യമിട്ടാണ് ഒരു ബസ് നിറയെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച് ലൈബ്രറി ഓടിത്തുടങ്ങിയത്. ഇന്നലെ കണ്ണൂർ കുവൈറ്റ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് താളം തെറ്റി. കണ്ണൂരിൽ നിന്ന് വൈകിട്ട് 3:45 പുറപ്പെടേണ്ട വിമാനം 4 മണിക്കൂറോളം വൈകി രാത്രി 7:42 പുറപ്പെട്ടത്. വിമാനത്താവളത്തിൽ ഉച്ചയോടെ എത്തിയ യാത്രക്കാർക്ക് ഇത് പ്രയാസമുണ്ടാക്കി. പുറപ്പെടാൻ വൈകിയതോടെ വിമാനം കുവൈറ്റിൽ എത്താനും താമസിച്ചു. കുവൈറ്റ് സമയം വൈകിട്ട് 6:25 എത്തേണ്ട വിമാനം 4 മണിക്കൂറോളം വൈകി രാത്രി 10:33 എത്തിയത്. അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധനത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് സെനറ്റ് അനുമതി നൽകി. ചൈനീസ് IT കമ്പനിയായ ബൈറ്റ് ഡാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് US-ൽ 17 കോടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. 270 ദിവസത്തിനുള്ളിൽ ബൈറ്റ് ഡാൻസിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ടിക്ടോക്ക് മാറിയില്ലെങ്കിൽ ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക്ക് ലഭ്യമാകില്ല. ബൈറ്റ് ഡാൻസിൻ്റെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ കൈമാറിയിരിക്കണം. സദേൺ കാലിഫോർണിയയ്ക്കും ലാസ് വെഗാസിനും ഇടയിൽ $12 ബില്യൺ അതിവേഗ സമ്പൂർണ്ണ വൈദ്യുത പാസഞ്ചർ റെയിൽപാതയുടെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. ഇത് ഓരോ ദിശയിലും ഓടാൻ ഏകദേശം 2 മണിക്കൂറിലധികം എടുക്കും. രാജ്യത്തെ ആദ്യത്തെ യഥാർത്ഥ അതിവേഗ പാസഞ്ചർ റെയിൽപാതയാണ് ഈ പദ്ധതി. ഫ്ലോറിഡ ആസ്ഥാനമായുള്ള ബ്രൈറ്റ് ലൈൻ ഹോൾഡിംഗ്സ് ഇതിനകം തന്നെ മിയാമി ടു ഒർലാൻഡോ ലൈൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. സംസ്കൃത പേരുള്ള യുവതിക്ക് തങ്ങളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് യൂബർ വിലക്ക് ഏർപ്പെടുത്തിയത് വിവാദമാകുന്നു. സ്വസ്തിക ചന്ദ്ര എന്ന പേരുള്ള യുവതിക്കാണ് ദുരനുഭവം നേരിട്ടത്. സ്വസ്തിക എന്ന പേരിന് സംസ്കൃതത്തിൽ ഭാഗ്യം എന്നാണ് അർത്ഥമാക്കുന്നതെന്നും ഫിജിയിൽ ഇത് നിരവധി പേർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും അവിടെ ഇത് പ്രശ്നമായിരുന്നില്ല എന്നും യുവതി പ്രതികരിച്ചു. സംഭവം വിവാദമായതോടെ യുവതിക്കുള്ള വിലക്ക് പിൻവലിക്കുകയും കമ്പനി ക്ഷമാപണം നടത്തുകയും ചെയ്തു.